Hello everyone, welcome to Exandway Learning. ഞാൻ ഇപ്പോൾ ഉള്ളത് NSMC നാഷണൽ സയൻസ് ആൻഡ് മാത്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദിയിലാണുള്ളത്. എൻ്റെ കൂടെ ഒരു ഫാദറും ഒരു സ്റ്റുഡൻറ്റും എത്തിയിട്ടുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെട്ടുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. പേരെന്ന് പറയാമോ? എൻ്റെ പേര് മാത്യു ആണ്. സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാൻ കുവൈറ്റിലാണ്, സ്മാർട്ട് ഇന്ത്യൻ സ്കൂളിലാണ്. ഓക്കെ, യെസ്, പുറത്താണ് ഇപ്പോൾ പഠിക്കുന്നത് അല്ലേ? അബ്രോഡാണ്. ഓക്കെ, ഇപ്പോൾ ഏത് സ്റ്റാൻഡേർഡാണ്? ഞാൻ 5th സ്റ്റാൻഡേർഡിൽ. ഇപ്പോൾ 5th സ്റ്റാൻഡേർഡ് കഴിയാൻ പോകുന്നില്ലേ? മാർച്ചിലായിട്ട് കഴിയാൻ പോകുന്നു. ഓക്കെ, ഗ്രേറ്റ്. ഒന്ന് പരിചയം. ഞാൻ കുവൈറ്റിൽ വർക്ക് ചെയ്യുന്ന എയർക്രാഫ്റ്റ് എഞ്ചിനീയർ ആയിട്ട് കുവൈറ്റ് എയർവേസിൽ വർക്ക് ചെയ്യുന്നു. ഞങ്ങളുടെ ഫാമിലി അടക്കം അവിടെയാണ്. ഞങ്ങൾ വെക്കേഷൻ വന്നിട്ടുള്ളതാണ് ഇപ്പോൾ. അപ്പോൾ ഇന്ന് NSMC എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു മാത്യു? എക്സാം കുഴപ്പമുണ്ടായിരുന്നില്ല. കുറച്ച് ഭാഗത്തിൽ എനിക്ക് ടഫ് ഉണ്ടായിരുന്നു, പക്ഷെ മോസ്റ്റ് ഓഫ് ദ പാർട്ട് ഈസി ആയിരുന്നു. എനിക്ക് ഈസി ആയിരുന്നു. ഏതാ ടഫായിട്ട് തോന്നിയത്? ഏതാ? സയൻസിൽ എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ഞാൻ വിട്ടുണ്ടായിരുന്നു. രണ്ട് റീസൺ, നെഗറ്റീവ് മാർക്കിംഗ് കൊണ്ടായിരുന്നു, പിന്നെ എനിക്ക് അറിയണ്ടായിരുന്നില്ല ആൻസർ. ഓക്കെ, എന്നിട്ട് NSMC എക്സാമിൽ എന്തെങ്കിലും പ്രൈസോ ഗിഫ്റ്റ് എന്തെങ്കിലും കിട്ടിയോ? എനിക്ക് 1000 rupees ക്യാഷ് പ്രൈസ് കിട്ടി. സെക്കൻഡ് പ്രൈസ് കിട്ടി. ഓക്കെ, ഗ്രേറ്റ്, കൺഗ്രാറ്റുലേഷൻ. അപ്പോൾ ഒരുപാട് കുട്ടികൾക്കിടയിൽ അങ്ങനെ സെക്കൻഡ് പ്രൈസ് കിട്ടുക എന്നുള്ളത് തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. കൺഗ്രാറ്റുലേഷൻ. അപ്പോൾ എങ്ങനെയാണ് ആക്ച്വലി ഇങ്ങനെ എക്സാമിനെ കുറിച്ച് അറിഞ്ഞത്? ഞങ്ങൾ XNYയുടെ ത്രൂ ആണ് നമ്മൾ അറിയുന്നത്. XNY നമ്മൾ അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ അജ്മൽ സാറിൻ്റെ കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നല്ലോ എൻട്രൻസ് എക്സാമിനെ കുറിച്ചിട്ട്. അപ്പോൾ ആ സമയത്ത് അജ്മൽ സാറ് പറയുന്നത് കേട്ടിട്ടാണ് ഇങ്ങനെ XNY എന്ന് പറഞ്ഞ ഒരു ഇതിനെക്കുറിച്ച് അറിയുന്നത്. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ അതിൽ ജോയിൻ ചെയ്തു. സ്റ്റാർട്ട് ആയിട്ടില്ല, ഫൗണ്ടേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഫൗണ്ടേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്തു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇയറിലേക്കുള്ളത് നിങ്ങൾ ഇപ്പോൾ നേരത്തെ എന്തിട്ടുണ്ട്? സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ 6th മുതൽ 10th വരെയാണ് ആക്ച്വലി XNYയുടെ ഫൗണ്ടേഷൻ കോഴ്സ് ഉള്ളത്. അതിൽ നെക്സ്റ്റ് ഇയറിലേക്ക് നിങ്ങൾ ഇപ്പോൾ ജോയിൻ ചെയ്തു എന്നുള്ളത് തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. കാരണം എനിക്ക് തോന്നുന്നു പഠനത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉള്ളത് കൊണ്ടാണ് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുക, ഇങ്ങനെ നേരത്തെ തന്നെ ജോയിൻ ചെയ്യുന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിട്ടുണ്ടാവുക. ആക്ച്വലി ഇപ്പോൾ മാത്യു ഒരു 5th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻ്റാണ്. ഒരു 5th നിന്ന് തന്നെ ഇത്തരത്തിലുള്ള കോമ്പറ്റീഷൻ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യിപ്പിക്കണം എന്നുള്ളൊരു ഉദ്ദേശം എങ്ങനെയാണ് സാറിന് വന്നിട്ടുള്ളത്? എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരു 10th ക്ലാസ് കഴിയുമ്പോൾ അല്ലെങ്കിൽ 11th ക്ലാസ് കഴിയുമ്പോഴാണ് നമ്മളൊരു എൻട്രൻസിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുക. നോർമലി നമ്മളെ സ്റ്റുഡൻസിൻ്റെ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2 വർഷം കൊണ്ട് എന്തോ ഒരു വലിയൊരു മഹാസംഭവം ചാടിക്കടക്കണം. അതിന് വേണ്ടിയിട്ട് ആ കുട്ടികൾ ആ സമയത്ത് കിട്ടുന്ന ഇങ്ങനെ പ്രഷർ ചെയ്ത് ചെയ്യുമ്പോൾ കുട്ടിക്കും ചിലപ്പോൾ അത് താങ്ങാൻ പറ്റുന്ന വരില്ല, ചിലപ്പോൾ അത് കുട്ടിയുടെ ലെവലിലായിരിക്കില്ല. അതേസമയം ഇപ്പോൾ നേരത്തെ തുടങ്ങുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ കയറി പോകുമ്പോഴത്തെ ഒരു ഇത് ഡെയിലി ആയിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ നമുക്ക് അറിയാൻ പറ്റും ഈ കുട്ടിയെ കൊണ്ട് ഇത് പറ്റൂല എന്നുള്ളത് നമുക്ക് അറിയണല്ലോ. തീർച്ചയായും പിന്നെ ഒന്ന് ചാനലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ അവൻ ഇൻട്രസ്റ്റഡ് ആവുകയാണെങ്കിൽ പിന്നെ അവനോട് കാര്യമായിട്ട് നമ്മൾ പുഷ് ചെയ്യേണ്ട കാര്യമില്ല. അതിലേക്ക് അങ്ങോട്ട് ട്രാക്കിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അതങ്ങോട്ട് പോയിക്കോളും. നല്ലൊരു ഡയറക്ഷൻ ഇപ്പോഴേ കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങോട്ട് പോകും എന്നാണ് എൻ്റെ വിശ്വാസം. അത് കാരണമാണ് നമ്മൾ ഏർലി ആയിട്ട് തന്നെ ചെയ്യാം എന്നത് ഇതിലേക്ക്. ഓക്കെ, നല്ലൊരു തോട്ടാണ് സാർ പറഞ്ഞിട്ടുള്ളത്. മാത്യുവിന് ഏത് സബ്ജക്റ്റ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്? മാത്സ് ആണ് ഇഷ്ടം. ഓക്കെ, ഫ്യൂച്ചറിൽ അപ്പോൾ ഒരു മാത്തമാറ്റീഷ്യൻ ആകും. ഓക്കെ, നേരത്തെ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ചെറിയ സമയത്ത് തന്നെ ഫ്യൂച്ചറിൽ ഒരു മാത്തമാറ്റീഷ്യൻ ആകും എന്നുള്ളത്? ഓൾറെഡി മുന്നേ ഞാൻ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു ആവുന്ന ഒരു ആഗ്രഹം, പക്ഷെ എന്റെ കൈ ഒടിഞ്ഞു. അത് കഴിഞ്ഞിട്ട് മാത്തമാറ്റീഷ്യൻ ആവുന്ന ആഗ്രഹം. അതേപോലെ നല്ല രസമുള്ള ഒരു സംഗതിയായി പോയി. ഫുട്ബോൾ പ്ലെയർ ആവണമെന്ന് എന്തുകൊണ്ട് ആഗ്രഹിച്ചത്? ഞാൻ ഫുട്ബോൾ നന്നായിട്ട് കളിക്കുന്നു. ഇഷ്ടമാണ്. ഞാൻ വിങ്ങറായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിൽ കൈയൊടിഞ്ഞ സ്ഥിതിക്ക് ഇനി മാത്തമാറ്റീഷ്യൻ ആവാന്നുള്ളത് അത് ഒരു അടിപൊളി തോട്ടാണ് കേട്ടോ. ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ മാത്സ് അത്രയും ഇഷ്ടമാണ് അല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ പിന്നെ ഇത്തരത്തിലുള്ള ഒരു കോമ്പറ്റീഷൻ എക്സാമുകൾ ഇനി സ്വാഭാവികമായിട്ടും ഇപ്പം നമ്മൾ ഒരു 6th മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 4 year അല്ലെങ്കിൽ 5 yearോളം നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു സമയത്ത് നല്ലൊരു എക്സ്പീരിയൻസ് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലൂടെ നമുക്ക് ഏൺ ചെയ്തെടുക്കാൻ പറ്റും. ആ നിലക്ക് ഏറ്റവും ടോപ്പിൽ എത്തട്ടെ എന്ന് എന്ത് ചെയ്യാണ്, ആശംസിക്കുകയാണ്. XNYയുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ ഇപ്പോഴും ജോയിൻ ചെയ്ത് നമ്മുടെ കൂടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഇതിലുള്ള ഫാക്കൽറ്റീസ് മുഴുവൻ IITiansഉം NITiansഉം ഡോക്ടേഴ്സൊക്കെ ആയിട്ടുള്ള ടീം ആയതുകൊണ്ട് തന്നെ അവർ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച്. അതുകൊണ്ട് നല്ലൊരു ഡയറക്ഷൻ സാറ് നേരത്തെ മാത്യുവിന് കൊടുത്തതുപോലെ ഈ ഒരു ബാക്കി അതിൻ്റെ ഒരു ഫോളോ അപ്പ് വർക്ക് കൂടി XNY എന്താണ് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യട്ടെ, ഏറ്റവും ടോപ്പിൽ ഇനി ഫ്യൂച്ചറിൽ അറിയപ്പെടുന്ന ഒരു മാത്തമാറ്റീഷ്യൻ ആവട്ടെ. ആവൂലേ? ഓക്കെ, ഗ്രേറ്റ്. സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.